പുതിയ കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രിട്ടീഷ് രഹസ്യ അന്വേഷണ ഏജൻസിയായ MI6 ആദ്യ വനിതാ മേധാവി ബ്ലെയ്സ് മെട്രവേലി 1909 ജൂലൈ 4 MI6 സ്ഥാപിതമായത്. MI6 എന്താണ്? ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസി. അതിൻ്റെ ആദ്യത്തെ വനിതാ മേധാവി ആരാണ്? ബ്ലെയ്സ് മെട്രവേലി. ഇന്ത്യയുടെ 16ാം സെൻസസ് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എന്ന്? 2026 ഒക്ടോബർ 1 മുതൽ. ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെയും മഞ്ഞുവീഴ്ച മേഖലകളിലാണ് 2026 ഒക്ടോബറിൽ ആരംഭിക്കുക. മറ്റിടങ്ങളിലെല്ലാം 2027 മാർച്ച് 1 മുതലാകും സെൻസസ്. സംസ്ഥാനത്തെ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ നെല്ലിക്ക. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിൽ. INS ഗുൽദാറിന് ചുറ്റുമായാണ് ഇത് നിലവിൽ വരുന്നത്. 2025 UN സമുദ്ര ഉച്ചകോടിക്ക് വേദിയായത് നീസ്, ഫ്രാൻസിലെ നീസിലാണ്. ഗാസയിലേക്ക് സഹായവുമായി പോയതിന് ഇസ്രയേൽ അറസ്റ്റ് ചെയ്ത പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ഗ്രേറ്റ ത്യുൻബെ. ഇസ്രയേൽ ഉപരോധം ലംഘിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഫ്രീഡം ഫ്ലോട്ടില്ല കൂട്ടായ്മയുടെ മദീൻ കപ്പലാണ് പിടിച്ചെടുത്തത്. ഗ്രേറ്റയെ പിന്നീട് നാട്ടിലേക്ക് തിരിച്ചയച്ചു. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ICC ഹോൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ചത് ആരാണ്? മഹേന്ദ്ര സിംഗ് ധോനി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം വിജയകരമായി പരീക്ഷിച്ച രാജ്യമാണ് ഇന്ത്യ. 14,000 അടി ഉയരത്തിലാണ് പരീക്ഷണം നടത്തിയത്. ദെഹ്റാദൂൻ ആസ്ഥാനമാക്കിയുള്ള പ്രതിരോധ സ്ഥാപനമായ BSS മെറ്റീരിയൽ ലിമിറ്റഡ് ആണ് ഇത് വികസിപ്പിച്ചത്. അടുത്തത്, UN പോപ്പുലേഷൻ ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം 2025 ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാകും? 146 കോടി. ചൈന 2ാം സ്ഥാനത്തേക്ക് മാറും, 141 കോടി. രുചി വൈഭവം കൊണ്ട് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ ഇടം പിടിക്കാൻ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരമാണ് ലക്നൗ. സൂര്യന്റെ ദക്ഷിണ ധ്രുവത്തിന്റെ ഇതുവരെ എടുത്തതിൽ വ്യക്തമായ ചിത്രം പകർത്തിയത് സോളാർ ഓർബിറ്റൽ പേടകം. നാസയുടെയും ESAയുടെയും സംയുക്ത ദൗത്യമാണ് സോളാർ ഓർബിറ്റൽ പേടകം. പശ്ചിമേഷ്യയെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വീഴ്ത്തി ഇറാനെതിരെ ഇസ്രയേൽ ആരംഭിച്ച സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. പശ്ചിമേഷ്യയെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വീഴ്ത്തി ഇറാനെതിരെ ഇസ്രയേൽ ആരംഭിച്ച സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. മംഗോളിയൻ മ്യൂസിയത്തിലെ ഫോസിൽ പഠനത്തിലൂടെ കണ്ടെത്തിയ പുതിയ ഡൈനോസോമോഗർ സ്പീഷീസ്. മംഗോളിയയിലെ ഡ്രാഗൺ രാജകുമാരൻ എന്നർത്ഥം വരുന്ന ഖാൻ ഖൂലു മംഗോളിയൻസിസ് ആണ്. G7 ഉച്ചകോടിക്ക് വേദിയായത് കാനഡ. ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് അമിതാഭ് കാന്ത്. ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് അമിതാഭ് കാന്ത്. ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ കറണ്ട് അഫയേഴ്സുമായി വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.